ഹലോ എവരി വൺ. നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന ടോപ്പിക്സ് റൈസർ ആപ്ലിക്കേഷൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ, റൈസർ ആപ്ലിക്കേഷനിൽ CRUD ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും റൈസർ ആപ്ലിക്കേഷനിൻ്റെ റെപ്പോസിറ്ററി പാറ്റേണെ കുറിച്ചുമാണ്. റൈസർ പേജ് എന്ന് പറഞ്ഞാൽ സെർവർ സൈഡ് മോഡലാണ്. അതുപോലെ തന്നെ പേജ് സെൻട്രിക് ആപ്ലിക്കേഷനാണ് റൈസർ ആപ്ലിക്കേഷൻ. റൈസർ പേജ് യൂസ് ചെയ്യുന്നത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും തമ്മിലൊരു എഫിഷ്യന്റ് മാനറിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് റൈസർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ASP.NET Core ഫ്രെയിംവർക്ക് യൂസ് ചെയ്താണ് റൈസർ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ മോസ്റ്റ്ലി റൈസർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് സ്മോളസ്റ്റ് പ്രോജക്റ്റുകൾക്ക് വേണ്ടിയാണ്. ദെൻ റൈസർ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം വിഷ്വൽ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് എന്നുള്ളത് കാണാം. ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ASP.NET Core വെബ് പേജ് റൈസർ പേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ നമ്മളുടെ പ്രൊജക്റ്റിന്റെ നെയിം കൊടുക്കാം. ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കോൺഫിഗർ ഫോർ HTTPS എന്നാണെങ്കിൽ നമ്മൾ ടിക്ക് കൊടുക്കണം. അതിനുശേഷം ക്രിയേറ്റ് കൊടുക്കും. പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഇന്റർഫേസ് വരുന്നതാണ്. നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് ആദ്യം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത റൈസർ ആപ്ലിക്കേഷൻ. program.cs ഫയലാണ് നമ്മളുടെ ഈ റൈസർ ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ ആദ്യം എക്സിക്യൂട്ട് ആവുന്നത്. ബഗ് മോഡിൽ ഇട്ടിട്ട് നമുക്ക് റൈസർ ആപ്ലിക്കേഷൻ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന്റെ വർക്ക് ഫ്ലോ മനസ്സിലാവും. ഇപ്പോൾ റൈസർ ആപ്ലിക്കേഷൻ റൺ ആവുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ എക്സിക്യൂഷൻ നടക്കുന്നത് ഈ പേജിലാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഈ സർവീസ് കാര്യങ്ങളാണ് എടുക്കുന്നത്. നമ്മുടെ ഈ സർവീസിന്റെ താഴെയാണ് നമ്മളുടെ ഡിപ്പെൻഡൻസി ഇൻജെക്ഷൻസും എക്സ്റ്റൻഷൻസും കാര്യങ്ങളൊക്കെ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഇടയിലേക്ക് അതിൻ്റെ മിഡിൽ വെയേഴ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് എക്സിക്യൂട്ട് ആവുന്നതാണ് റൺ കമാൻഡ്. ഇതാണ് നമ്മൾ പ്രോഗ്രാമിലെ ഏറ്റവും അവസാനം എക്സിക്യൂട്ട് ആവുന്ന കമാൻഡ്. ഇപ്പോൾ നമുക്ക് ഡീബഗ് മോഡിൽ ഒന്ന് റൺ ചെയ്ത് പോയി നോക്കാം. അതല്ലെങ്കിൽ ഓരോ ലൈന് എക്സിക്യൂട്ട് ആവുന്നത് കാണാം. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ആണ് app.run എന്നുള്ള ഇത് എക്സിക്യൂട്ട് ആവുന്നത്. അതിനുശേഷമാണ് നമ്മുടെ പ്രോജക്റ്റ് റൺ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ആപ്പ് settings.json ഫയലിലാണ് നമ്മളുടെ കണക്ഷൻ സ്ട്രിങ്ങും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത്. ദെൻ പേജസ് എന്ന ഫോൾഡറിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ HTML പേജുകളും അതിൻ്റെ സർവർ സൈഡ് കോഡുകളെല്ലാം സെറ്റ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം index.cs HTML പേജ്. ഈ പേജിലാണ് നമ്മളുടെ റൺ ചെയ്ത സമയത്ത് കണ്ട വെൽക്കം എന്നതും അതിൻ്റെ ഇടയിലുള്ള ലിങ്കും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ പേജ് ഇൻഡെക്സ് പേജിലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഷെയ്ഡിലുള്ള ലേഔട്ടിലാണ് അതിൻ്റെ ടോപ്പിലുണ്ടായിരുന്ന നാവ് ബാർ കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിലുള്ള റെൻഡർ ബോഡി ഈ കോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഏത് പേജാണോ ആ പേജിന് അവിടെ റെൻഡർ ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ സർവർ സൈഡ് കോഡാണ് ഈ index.cshtml.cs എന്ന ഫയലിൽ നമ്മൾ എഴുതുന്നത്. ഇങ്ങനെയാണ് നമ്മളുടെ സർവർ സൈഡ് കോഡുകൾ എഴുതുക. ഇതിന് ഓൺ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഗെറ്റ് ചെയ്യാനും ഓൺ പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡാറ്റയെ പോസ്റ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്നത്. Then www
റൂട്ട് എന്ന ഈ ഫോൾഡറിന്റെ ഉള്ളിലാണ് നമ്മളുടെ ആപ്ലിക്കേഷന്റെ CSS ഫയലും അതുപോലെ തന്നെ ഇമേജ് ഫയല്, ജാവാസ്ക്രിപ്റ്റ് ഫയൽ, എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബൂട്ട് സ്ട്രാപ്പിന്റെ ലൈബ്രറീസും കൊറീസും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യാനനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ ലിങ്കുകളും കാര്യങ്ങളും കണക്ട് ചെയ്തിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ഒരു CRUD ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡാറ്റാബേസ് എങ്ങനെ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ ലെഫ്റ്റ് സൈഡിലുള്ള സെർവർ എക്സ്പ്ലോറിൽ കണക്ഷൻ ടു ഡാറ്റാബേസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യാം. അതിൽ സെർവർ നെയിമിൽ നമ്മളുടെ സെർവർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ട്രൂ സെർവർ സർട്ടിഫിക്കറ്റ് എന്നുള്ളതിൽ ടിക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ സെലക്ട് എന്നുള്ളതിൽ നമ്മളുടെ സെർവറിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റാബേസുകളെല്ലാം ഇവിടെ കാണാൻ പറ്റും. അതിൽ നമ്മളുടെ ഏത് ഡാറ്റാബേസ് ആണോ ആവശ്യമുള്ളത് അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാം ഗ്രീൻ കളറിൽ ഡാറ്റാബേസ് കണക്ട് ആയിട്ടുള്ളത് കാണാം. ഇങ്ങനെയാണ് ഡാറ്റാബേസിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് നമ്മളുടെ CRUD ഓപ്പറേഷന്റെ ഒരു ഓവർവ്യൂ കാണാം. ഇതിൽ വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു ക്ലയന്റ് എന്നുള്ള പേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലയന്റ് എന്ന പേജ് പറഞ്ഞ ഈ പേജിൽ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് 3 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ന്യൂ ക്ലയന്റിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ക്ലയന്റിനെ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ന്യൂ ക്ലയന്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാം ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ക്രിയേറ്റ് എന്ന് പറഞ്ഞ പേജിൽ നമുക്ക് പേര് കൊടുത്ത് നോക്കാം. നമ്മളുടെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്തു. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടിയിൽ നോക്കിയാൽ കാണാം പ്രോ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ക്ലയന്റിനെ എഡിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എഡിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മേലത്തെ സെർച്ച് ബാറിൽ നോക്കിയാൽ കാണാം ഇവിടെ ചേഞ്ച് എന്ന് പറഞ്ഞ പേജിലേക്ക് റോട്ട് ആയിട്ടുണ്ട്. അതിലേക്ക് ആ ഐഡിനെ വെച്ചിട്ടാണ് റോട്ട് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഐഡിയിലുള്ള ഡീറ്റെയിൽസിനെ, ഐഡിയിലുള്ള നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ കാര്യങ്ങളിനെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ ലിസ്റ്റിനെ ആഡ് ചെയ്തിട്ടുള്ളതിനൊന്ന് എഡിറ്റ് ചെയ്യാം. ഇനി നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ആ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള ആ ലിസ്റ്റ് എഡിറ്റ് ആയത് കാണാം. ആ ക്ലയന്റിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കൺഫർമേഷൻ ചോദിക്കും. അപ്പോൾ അത് ഓക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അടിയിൽ നോക്കിയാൽ കാണാം ആ ക്ലയന്റ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇതാണ് ഈ CRUD ഓപ്പറേഷന്റെ ഒരു ഓവർവ്യൂ. ഈ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഒരു ടേബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. ക്ലയന്റ് എന്ന് പറഞ്ഞ ടേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടേബിൾ നമ്മൾ എടുക്കുന്നത് സ്കഫോൾഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ടേബിളിന് നമ്മൾ ആദ്യം ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡാറ്റാബേസിൽ എങ്ങനെയാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഡാറ്റാബേസ് യൂസ് ചെയ്യാം. അതിനുശേഷം ക്രിയേറ്റ് ടേബിൾ എന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഈ ടേബിളിന് പേര് കൊടുത്തിട്ടുള്ളത് ക്ലയൻസ് എന്നാണ്. അപ്പോൾ ക്രിയേറ്റ് ടേബിൾ എന്ന കീവേഡ് യൂസ് ചെയ്ത് ക്ലയന്റ് എന്ന ടേബിൾ നെയിം കൊടുത്ത് അതിന്റെ ഉള്ളിൽ നമുക്ക് വേണ്ട ഫീൽഡ്സ് സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് ഈ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വരും. അതിനുശേഷം നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോയിട്ട് ടൂൾസിൽ പോയി നഗറ്റ് പാക്കേജ് മാനേജറിൽ പാക്കേജ് മാനേജർ കൺസോൾ എന്നത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ സ്കഫോൾഡ് ചെയ്യാനുള്ള കോഡ് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്
സ്കഫോൾഡ് ചെയ്യാനുള്ള കോഡ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്കഫോൾഡ് DB കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡബിൾ കോഴ്സിന്റെ ഉള്ളില്, അതിനുശേഷമുള്ള ഡബിൾ കോഴ്സിന്റെ ഉള്ളില് നമുക്ക് നമ്മുടെ കണക്ഷൻ സ്ട്രിങ് കൊടുക്കണം. അപ്പൊ നമ്മൾ കണക്ഷൻ സ്ട്രിങ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. നമ്മുടെ കണക്ഷൻ സ്ട്രിങ് എടുക്കാൻ ലെഫ്റ്റ് സൈഡിലുള്ള നമ്മുടെ ഡാറ്റാബേസിന്റെ ഉള്ളിലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിലുള്ള പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യാം. പ്രോപ്പർട്ടീസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം കണക്ഷൻ സ്ട്രിങ് എന്നുള്ളത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം അത് കോപ്പി പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം റൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡാറ്റാബേസിലുള്ള ടേബിളും അതേപോലെ അതിന്റെ DB കോണ്ടെക്സ്റ്റും നമുക്കിവിടെ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആയി വരുന്നതാണ്. ഇതില് നമുക്ക് ഇവിടെ ഓൾറെഡി ആ ഡാറ്റാബേസിലുള്ള ടേബിളിനെ ഇവിടെ ഗെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലയന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേബിൾ നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആയി വരും. പേജസ് എന്ന് പറഞ്ഞ ഫോൾഡറിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി പ്രൊജക്റ്റ് ക്രിയേറ്റ് ആകുമ്പോഴുള്ള ഇൻഡെക്സ് പേജ്, പ്രൈവസി പേജ് അവർക്ക് ഓൾറെഡി അവിടെ കിട്ടും. അതിന്റെ കൂടെ നമ്മൾ ക്ലയൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ ചേഞ്ച് ചെയ്യാനും പിന്നെ അതിനെ ഡിസ്പ്ലേ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മുടെ ഈ ഇൻഡെക്സ് പേജിനെ റോപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് നമ്മളുടെ ടോപ്പിലുള്ള ബാറിൽ അതിനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ അവിടെ ലിസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ASP പേജ് എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ അതിന് റൗട്ടിങ്ങിന്റെ മുമ്പ് കൊടുക്കുന്നു, റൗട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ക്ലയൻറ്റ്സ് എന്ന പറഞ്ഞ ഫോൾഡറിൻ്റെ ഉള്ളിലുള്ള ഇൻഡെക്സ് എന്ന പേജിലേക്കാണ് അത് റൗട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഇൻഡെക്സ് പേജിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഒരു ബട്ടൺ കാണാം. ആ ബട്ടണില് നമ്മൾ ന്യൂ ക്ലയന്റ് എന്ന ബട്ടണാണ്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫയലിലേക്ക് അതിലേക്ക് റൗട്ട് ആവും. അപ്പോ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിൽ പോകുമ്പോൾ അതില് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫസ്റ്റില് നമുക്ക് ഒരു ഇഫ് കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ഈ ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ അടിയിലുള്ള ഫോമിൽ എന്തെങ്കിലും എററുകൾ ത്രോ ചെയ്യാനാണ്. അഥവാ ഇപ്പോ ഒരു ഇമെയില് കൊടുത്ത ഇമെയിൽ തന്നെയാണ് വീണ്ടും കൊടുത്തയച്ചെങ്കിൽ ഈ എക്സെപ്ഷൻ ത്രോ ആയാകും. അതല്ല ഇനി നൾ വാല്യൂ ഉണ്ടെങ്കിൽ നൾ വാല്യൂ ആണ് ഉണ്ടെങ്കിൽ അതിനെയും എക്സെപ്ഷൻ ത്രോ ചെയ്യും. യൂസർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഇഫ് കണ്ടീഷന്റെ ഉള്ളിൽ ഈ ഒരു അലർട്ട് ബോക്സ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ ഫോമിലേക്ക് വരുമ്പോൾ ഫോം ഈ മെത്തേഡ് പോസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഇൻപുട്ട് ഫീൽഡിന് നമ്മളുടെ മോഡലിലേക്ക് അഥവാ ഈ പേജിൽ നിന്ന് നമ്മളുടെ ഈ പേജിന്റെ മോഡലിലേക്ക് ഡാറ്റ എടുത്തിട്ട് നെയിം യൂസ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഈ നെയിം ഫീൽഡ് കൊടുക്കുന്ന ഓരോ ഫീൽഡിന്റെയും വരുന്ന ഫീൽഡിൽ വരുന്ന ഡാറ്റയെ ഈ നെയിമിൽ സ്റ്റോർ ചെയ്യുന്നു. ഈ നെയിമിന് അതിനെ പ്രസന്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫോം സബ്മിറ്റ് ആവുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഓൺ പോസ്റ്റ് മെത്തേഡ് വർക്ക് ചെയ്യുകയാണ്. നമ്മുടെ മേലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഇൻസ്റ്റൻസ് അഥവാ ഈ ടേബിളിന്റെ അതായത് മോഡലിന്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുകയും ആ ഇൻസ്റ്റൻസിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെയിം ഓരോ ഫീൽഡിലേക്ക് നമ്മളുടെ ഫോമിലുള്ള നെയിം അഥവാ നേരത്തെ കാണിച്ച ഓരോ ഫോമിലുണ്ടെങ്കിലും നെയിമിനെ നമ്മൾ ഇവിടെ റിക്വസ്റ്റ് ഡോട്ട് ഫോമിന്റെ നെയിമിനെ നമ്മൾ ഈ നെയിം ഫീൽഡിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് നമ്മളിവിടെ ഇതില് ചെക്ക് ചെയ്യുകയും നൾ വാല്യൂ ഉണ്ടെന്ന് ചെക്ക് ചെയ്യുന്നത്. നൾ വാല്യൂ ഉണ്ടെങ്കിൽ ഈ എറർ മെസ്സേജ്
ത്രോ ചെയ്യാം. ഈ എറർ മെസ്സേജ് ത്രോ ചെയ്യുമ്പോൾ നമ്മളുടെ ഫോമിൽ നേരത്തെ കണ്ട ഇഫ് കണ്ടീഷൻ വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഈ ഇഫ് കണ്ടീഷൻ വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം എറർ മെസ്സേജ് ഇല്ലെങ്കിൽ ട്രൈ കാച്ച് ബ്ലോക്കിന്റെ ഉള്ളിൽ കണ്ടു അതിൻ്റെ ഉള്ളിലുള്ള നമ്മളുടെ കോണ്ടെക്സ്റ്റ് ഈ ഇതെന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റാബേസിന്റെ കോണ്ടെക്സ്റ്റ് ആണ്. അങ്ങനെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ഈ ഡാറ്റാബേസിന്റെ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ കോണ്ടെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ഡാറ്റാബേസ് നമ്മൾ സ്കഫോൾഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയി വന്നിട്ടുള്ള കോണ്ടെക്സ്റ്റിന് ഉണ്ട്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിനെയാണ് നമ്മൾ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ഇൻസ്റ്റൻസ് അപ്പോൾ അതിന്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. അതിന്റെ ഈ കോണ്ടെക്സ്റ്റ് ഡോട്ട് ആഡ് അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് ഡോട്ട് ആഡ് ക്ലയന്റിനെ ഇടയിലേക്ക് ആഡ് ചെയ്യുന്നു. അഥവാ ഈ ക്ലയന്റ് എന്ന് പറയുന്നത് നമുക്ക് പറയാം ഈ ഇൻസ്റ്റൻസ് ആണ്. ഈ ഒരു ഒബ്ജക്റ്റ് ആണ്. ഈ ഇൻസ്റ്റൻസിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് ഡോട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഡാറ്റാബേസിലുള്ള ടേബിളിൽ അത് ആഡ് ആവും. അതിനുശേഷം നമ്മൾ സേവ് ചെയ്യേണ്ടി വരും. നമ്മുടെ ഡാറ്റാബേസിൽ എന്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുശേഷം നമ്മൾ സേവ് ചെയ്ത് വെക്കണം. എന്നാലാണ് നമ്മുടെ ഡാറ്റാബേസിൽ അത് കയറുക. അതിനുശേഷം നമ്മളുടെ ഈ ട്രൈ കാച്ച് ബ്ലോക്കിൽ നിന്ന് പുറത്ത് കിടക്കും. അഥവാ ഇനി ഈ ആഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും എക്സെപ്ഷൻ വരികയാണെങ്കിൽ അത് ഈ എക്സെപ്ഷൻ ഹാൻഡിൽ വഴി നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരികയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ ട്രൈ കാച്ച് ബ്ലോക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ട്രൈ കാച്ച് ബ്ലോക്കിൽ നിന്ന് പുറത്ത് കടന്നുണ്ടെങ്കിൽ റെസ്പോൺസ് ഡോട്ട് റീഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ റീഡയറക്റ്റ് ചെയ്യേണ്ട ലൊക്കേഷന്റെ അഡ്രസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ക്ലയൻസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഫയലിലേക്കാണ്. അപ്പോൾ ഇത് റീഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻഡെക്സ് പേജിൽ ഇത് പാസ് ചെയ്യും. നമ്മുടെ ഇൻഡെക്സ് പേജിലേക്ക് വന്നാൽ നേരത്തെ ബട്ടന്റെ തൊട്ടടിയിലായിട്ട് നമുക്ക് കാണാം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടേബിളിന്റെ ഹെഡർ ആയിട്ട് ID, നെയിം, ഇമെയില്, ഫോൺ നമ്പർ, അഡ്രസ്, ക്രിയേറ്റഡ് അറ്റ് ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 ബട്ടൺ ആക്ഷൻസിന്റെ ഫീൽഡിലായിട്ട് ഓരോ റോയിലും ഓരോ ക്ലയന്റിന്റെ നേരക്കും നമുക്ക് വേണ്ട എഡിറ്റ് ബട്ടണും അതിന്റെ ഡിലീറ്റ് ബട്ടണും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ റോയിലേക്കും ഓരോ ക്ലയന്റിനെ അൾട്ടർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ലൂപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഡാറ്റാബേസിലുള്ള ഡാറ്റയെ നമ്മൾ ഇവിടുത്തെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അഥവാ നമ്മുടെ മോഡൽസിൽ പോയി നോക്കിയാൽ കാണാം നമ്മളിവിടെ ഓൺ ഗെറ്റ് മെത്തേഡിന്റെ ഉള്ളിൽ ലിസ്റ്റ് ക്ലയന്റ് ഈ ലിസ്റ്റ് ക്ലയൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലിസ്റ്റാണ്. ആ ലിസ്റ്റിലേക്ക് നമ്മളുടെ ഡാറ്റാബേസിൽ നിന്നുള്ള ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് ആണ്. ആ ഡാറ്റാബേസ് ഡോട്ട് ക്ലയൻസ് ഡാറ്റാബേസിലുള്ള ക്ലയൻസ് ഡോട്ട് ടു ലിസ്റ്റ് ടു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഡാറ്റാബേസിലുള്ള ക്ലയൻസ് എന്ന ടേബിളിലെ ഡാറ്റയെ ഇതിലേക്ക് ലിസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിന്റെ ഉള്ളിൽ നമ്മളുടെ ഡാറ്റ എത്തും. ആ ഡാറ്റേനെയാണ് നമ്മളുടെ ഇവിടെ ഫോർ ഈച്ച് വെച്ചിട്ട് ലൂപ്പ് ചെയ്യിപ്പിക്കുന്നത്. ഇനി നമുക്ക് ഒരു ക്ലയന്റിനെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കാം. ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടന്റെ ലിങ്ക് ആയിട്ട് നമ്മൾ ക്ലയൻസ് എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ ഉള്ളിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഫയലിനാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ കൂടെ നമ്മൾ ഒരു ID ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. ആ ID എന്ന് പറയുന്നത് ഐറ്റം ഡോട്ട് ID അഥവാ ഇവിടെ വന്നിട്ടുള്ള ഈ ടേബിളിലെ ഏത് റോലാണോ ഏത് ക്ലയന്റ് ആണോ ആ ക്ലയന്റിന്റെ ID-നെയാണ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ചേഞ്ചസ് എന്ന് പറഞ്ഞ പേജിലേക്ക് പോവുകയും നമ്മുടെ ഈ ചേഞ്ചസ് എന്ന് പറഞ്ഞ പേജിൽ ഓൺ ഗെറ്റ് മെത്തേഡ് വർക്ക് ചെയ്യുകയും അതോ ഈ മോഡൽസിന്റെ ഉള്ളിലുള്ള ഓൺ ഗെറ്റ് മെത്തേഡ് വർക്ക് ആവുകയും ഈ ഓൺ ഗെറ്റ് മെത്തേഡിന്റെ ഉള്ളിൽ നമ്മൾ ആദ്യം പാരാമീറ്റർ ആയിട്ട് വരുന്ന ആ ID-നെ ഗെറ്റ് ചെയ്യുന്നുണ്ട്. ആ ID-നെ നമ്മൾ ട്രൈ കാച്ച് ബ്ലോക്കിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മളിവിടെ ക്ലയന്റ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റിലേക്ക്
അഥവാ ഈ ക്ലയന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻസ്റ്റൻസ് ആണ്. ഈ ഇൻസ്റ്റൻസിന്റെ ഓബ്ജക്റ്റിലേക്ക് നമ്മൾ ഡാറ്റാബേസിലുള്ള ക്ലയൻസ് എന്ന് പറഞ്ഞ ടേബിളില് ഉള്ളിലുള്ള എല്ലാ എല്ലാ യൂസേഴ്സിനെയും എല്ലാ ക്ലയൻസിനെയും അൾട്ടർ ചെയ്ത് ഏത് ക്ലയന്റിനാണോ ഈ ഐ ഡി വരുന്നത്, ആ ഐ ഡിയിൽ വരുന്ന ക്ലയന്റിനെ നമ്മളുടെ ഈ ഒബ്ജക്റ്റിലേക്ക് എടുത്തു വെക്കും. ആ എടുത്തു വെച്ചിട്ടുള്ള ഒബ്ജക്റ്റ് ആദ്യം കണ്ടീഷനിൽ നെള്ളാണ് നോക്കും. നെള്ളാണെങ്കിൽ അവിടെ എറർ മെസ്സേജ് ത്രോ ചെയ്ത് കാണിക്കും. അതിനുശേഷം ഈ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ആവും. അപ്പോൾ ഈ ഓൺ ഗെറ്റ് മെത്തേഡ് വർക്ക് ചെയ്ത് കഴിയുന്നതോടുകൂടി നമ്മളുടെ പേജ് ലോഡായി വരും. അപ്പോൾ ഈ പേജ് ലോഡാവുന്ന ടൈമില് നമ്മളുടെ ഈ പേജിലേക്ക് ഏത് യൂസറിനെയാണോ ക്ലിക്ക് ചെയ്തത്, ഏത് ക്ലയന്റിനാണോ ക്ലിക്ക് ചെയ്തത്, ആ ക്ലിക്ക് ചെയ്തിട്ടുള്ള ആ യൂസറിന്റെ ഓൾറെഡി ഡാറ്റാബേസിലുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ ഷോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ആ ഐ ഡിനെ അവിടെ പാരാമീറ്ററായി പാസ് ചെയ്ത് ചെക്ക് ചെയ്ത് ഡാറ്റാബേസിൽ നിന്ന് ആ യൂസറിനെ എടുത്ത് നമ്മളിവിടെ കാണിക്കുന്നത്. അതിനെ നമുക്കിവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വാല്യൂസിന്റെ ഉള്ളില് models.clients.നെയിം എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുള്ള, അതുപോലെ എല്ലാ ഫീൽഡ്സിലും അതിന്റെ ഇതായ ഫീൽഡിലേക്ക് എന്താവശ്യമുണ്ടോ അതിനെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഫീൽഡ്സിലേക്ക് നമ്മളുടെ ഡാറ്റാബേസിൽ ഓൾറെഡി ഉള്ള വാല്യൂസിനെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അതിനുശേഷം എന്താണോ എഡിറ്റ് ചെയ്യുന്നത്, ആ എഡിറ്റ് ചെയ്തിട്ടുള്ളതിനെ നമുക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ മോഡൽസിൽ ഓൺ പോസ്റ്റ് മെത്തേഡ് വർക്ക് ആവുകയും ആ ഏത് ഐ ഡിയിലുള്ള യൂസറിനെയാണോ നമ്മൾ എഡിറ്റ് ചെയ്തത്, ഇവിടെ നമുക്ക് ആ ഐ ഡിയിലുള്ള പാരാമീറ്ററിനെ നമുക്ക് ലഭിക്കും. ആ ഐ ഡിയിലുള്ള ഇതിനെ നമ്മൾ ആദ്യം ഒരു ലോക്കൽ വേരിയബിളിലേക്ക് നമ്മൾ ആ ഐ ഡിയിൽ വരുന്ന ഐ ഡിനെ എടുത്തു വെക്കുകയും അതിനുശേഷം ആ ഐ ഡി ഈ എക്സിറ്റിംഗ് ക്ലയന്റ് ഓൾറെഡി അതിലുള്ള ക്ലയന്റിനെ നമ്മൾ ആദ്യം നള്ളാണോ എന്ന് ചെക്ക് ചെയ്യും. നള്ളാണെങ്കിൽ വീണ്ടും റിട്ടേൺ പേജ് കൊടുക്കും. അതല്ല നള്ളല്ലെങ്കിൽ നമ്മൾ ആ എക്സിസ്റ്റിംഗ് ക്ലയന്റ് എന്ന് പറയുന്നതിലേക്ക് അതിൽ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ഡോട്ട് നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ, അഡ്രസ്സ് തുടങ്ങിയ ആ ഫീൽഡിലേക്ക് നമ്മളുടെ നേരത്തെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്ത പോലെ ആ ഫീൽഡിൽ വരുന്ന എന്ത് വാല്യൂ ആണോ ആ വാല്യൂനെ നമ്മൾ ഓരോ ഫീൽഡിലേക്ക് എടുത്തു വെക്കും. നമ്മുടെ ഇൻപുട്ട് ഫീൽഡിൽ എന്ത് വാല്യൂ ആണുള്ളത് ആ ഫീൽഡിനെയാണ് നമ്മൾ ഈ എക്സിറ്റിംഗ് ക്ലയൻസ് ഡോട്ട് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള അതുപോലെ അതിന്റെ ഓരോ ഫീൽഡിലേക്ക് എടുത്തു വെക്കുന്നത്. അതിനുശേഷം ഇഫ് കണ്ടീഷനിൽ നമ്മൾ ആ വന്നിട്ടുള്ള പാരാമീറ്റർ വന്നിട്ടുള്ള വാല്യൂസിൽ ഏതെങ്കിലും നൾ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. നൾ ഉണ്ടെങ്കിൽ അവിടെയും എക്സിക്യൂഷൻ എറർ മെസ്സേജ് ത്രോ ചെയ്യുന്നുണ്ട്, എറർ മെസ്സേജ് ഷോ ചെയ്യും. അതിനുശേഷം എറർ ഒന്നുമില്ല അഥവാ എല്ലാ ഫീൽഡ്സും ഫിൽ ആണെങ്കിൽ നമ്മളുടെ കോണ്ടെക്സ്റ്റ് ഡോട്ട് സേവ് ചേഞ്ച് വിളിക്കും. അഥവാ നമ്മുടെ ഡാറ്റാബേസിൽ എന്ത് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞു കോണ്ടെക്സ്റ്റ് ഡോട്ട് ഡാറ്റാബേസ് ഡോട്ട് സേവ് ചേഞ്ച് വിളിക്കണമെന്നു. അതേപോലെ സേവ് ചേഞ്ച് വിളിച്ചു. അതിനുശേഷം നമ്മളുടെ റിട്ടേൺ എങ്ങണ്ടാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അങ്ങോട്ട് റിട്ടേൺ വരും. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് റിട്ടേൺ ആയിട്ട് റീഡയറക്ട് ടു ക്ലയൻസ് എന്നതിലേക്കാണ്, ക്ലയൻസിന്റെ ഇൻഡെക്സ് പേജിലേക്കാണ്, അഥവാ നമ്മുടെ ക്ലയന്റിന്റെ ഇൻഡെക്സ് പേജിലേക്കാണ് റൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഇൻഡെക്സ് പേജിലേക്ക് അത് റൂട്ടായി അവിടെ നമുക്ക് ആ ഫോർ ഈച്ചിൽ വെച്ചിട്ട് നമ്മളുടെ നോർമലായിട്ട് ആ ക്ലയന്റിനെ അവിടെ അപ്ഡേറ്റ് ചെയ്ത വാല്യൂവിനെ നമുക്ക് അവിടെ ഷോ ചെയ്ത് കാണിച്ചു തരും. ഇനി നമുക്ക് ഡിലീറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മളുടെ ഇവിടെ ഈ ഡിലീറ്റ് ബട്ടൺ വെച്ചിരിക്കുന്നത് ഒരു ഫോമിന്റെ ഉള്ളിലാണ്. അപ്പോൾ ആ ഫോമിന്റെ ഉള്ളിൽ ഉള്ള ഈ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ഫോം പോസ്റ്റ് ആവുകയും അങ്ങനെ നമ്മളുടെ മോഡൽസിന്റെ ഉള്ളിലുള്ള ഓൺ പോസ്റ്റ് ഡിലീറ്റ് മെത്തേഡ് വർക്ക് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക്
അവിടെ ആ മെത്തേഡിലേക്ക് നമ്മൾ ഇവിടുന്ന് ഒരു ഐഡിനെ പാസ് ചെയ്യുന്നുണ്ട്. അഥവാ നമ്മൾ ഏത് റോയിലുള്ള ഏത് ക്ലയന്റിന്റെ ഐഡി ആണോ ക്ലിക്ക് ചെയ്ത് ആ ഐഡിനെയാണ് നമ്മളിവിടെ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അഥവാ ASP റോട്ട് ID എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മുടെ ഈ ഓൺ പോസ്റ്റ് ഡിലീറ്റ് മെത്തേഡിൽ ലഭിക്കും. ഈ ഓൺ പോസ്റ്റ് മെത്തേഡ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളുടെ ASP പേജ് ഹാൻഡ്ലർ യൂസ് ചെയ്തിട്ട് ആണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിലീറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഡിലീറ്റ് വെച്ചിട്ടാണ് നമ്മളുടെ ഓൺ പോസ്റ്റ് ഡിലീറ്റ് മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇത് സബ്മിറ്റ് ആവുന്ന സമയത്ത് ഈ ID പാസ്സാവുകയും നമ്മളുടെ ഈ ഓൺ പോസ്റ്റ് ഡിലീറ്റ് മെത്തേഡ് വർക്ക് ആവുകയും ചെയ്യും. അപ്പോൾ ആ ഐഡിനെ നമ്മളിവിടെ ഒരു ഇൻറ്റ് വേരിയബിളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ആ വരുന്ന ഐഡിനെ എടുക്കാം. മറ്റുള്ള എല്ലാ മെത്തേഡുകളിലും ഇങ്ങനെയും ആ വരുന്ന പാരാമീറ്റർ ആയി വരുന്ന ഐഡിനെ എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ പാരാമീറ്റർ ആയിട്ട് ഇൻറ്റ് ID എന്നൂടെ ഇവിടെയും കൊടുക്കാം. രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഇൻറ്റ് ID എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ ഈ വരുന്ന ഐഡിനെ എടുത്തു വെക്കുകയും അതിനുശേഷം ഒരു വേരിയബിളിലേക്ക് നമ്മളുടെ ആ വരുന്ന ID ഏത് യൂസറിന്റെ ആണോ ഏത് ക്ലയന്റിന്റെ ആണോ ആ ഐഡിനെ നമ്മൾ ഫൈൻഡ് ചെയ്യുകയും അഥവാ ഡാറ്റാബേസിലുള്ള ടേബിളിലെ ഏത് ID ആണോ ഈ ID ആ ഐഡിനെ നമ്മൾ ഗെറ്റ് ചെയ്യുകയും ആദ്യം ആ ഐഡിയിലുള്ള യൂസറിനെ നമ്മൾ ഈ ക്ലയന്റിലേക്ക് സ്റ്റോർ ചെയ്യും. ആ ക്ലയന്റിനെ നമ്മൾ ഇഫ് കണ്ടീഷനിൽ നോട്ട് നൾ ആണെങ്കിൽ ഈ ഇഫ് കണ്ടീഷൻ വർക്ക് ചെയ്യും. അഥവാ ഈ കണ്ടീഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഇതിൽ വാല്യൂ ഉണ്ടാവണം. വാല്യൂ ഇല്ലെങ്കിൽ റീഡയറക്റ്റ് ചെയ്യും, ഡിലീറ്റ് വർക്ക് ചെയ്യില്ല അവിടെ. അപ്പോൾ ഇതില് വാല്യൂ ഉണ്ടെങ്കിൽ ഈ ഇഫ് കണ്ടീഷൻ വർക്ക് ചെയ്യുക. അതിൻ്റെ ഉള്ളിലുള്ള DB ഡാറ്റാബേസിന്റെ കോണ്ടെക്സ്റ്റ് ഡോട്ട് ക്ലയൻസ് ഡോട്ട് അഥവാ ടേബിൾസ് ഡോട്ട് റിമൂവ് വിളിച്ച് റിമൂവിൽ നമ്മളുടെ ഈ വേരിയബിളിലുള്ള ഏത് ഒബ്ജക്റ്റ് ആണോ ആ ഒബ്ജക്റ്റിനെ റിമൂവ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഡാറ്റാബേസിൽ ചേഞ്ച് ചെയ്തതിനു ശേഷം സേവ് ചേഞ്ച് വിളിച്ചു, കോണ്ടെക്സ്റ്റ് ഡോട്ട് സേവ് ചേഞ്ച് വിളിച്ചു. അതിനുശേഷം ആ പേജിനെ റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റിട്ടേൺ റീഡയറക്റ്റ് പേജ് വിളിച്ചു. അപ്പോൾ ആ പേജ് ഒന്ന് റീലോഡ് ആയി വരും. അപ്പോൾ നമ്മളുടെ ആ പേജിൽ ഉള്ള അത് ഡിലീറ്റ് ആയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഡിലീറ്റ് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഡാറ്റാബേസിലുള്ള വാല്യൂസിനെ കാണാൻ ലെഫ്റ്റ് സൈഡിലുള്ള ഡാറ്റാബേസിലെ ടേബിൾസ് ഓപ്പൺ ചെയ്ത് ടേബിൾസിൻ്റെ ഉള്ളിലുള്ള ക്ലയൻസ് എന്ന ടേബിളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിൽ ഷോ ടേബിൾ ഡാറ്റ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ടേബിളിൻ്റെ ഉള്ളിലുള്ള ഡാറ്റാസിനെ നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. ഇനി നമുക്ക് നമ്മളുടെ ഈ CRUD ഓപ്പറേഷൻ ഫുള്ളായി ഡിബഗ് മോഡിൽ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാം റൺ ആവുന്ന സമയത്ത് ആദ്യം program.css ഫയലിൽ വരുന്നു. അതിനുശേഷം അതിലുള്ള സർവീസസും അതിലുള്ള മിഡിൽ വെയർസും വർക്കായതിനു ശേഷം ഏറ്റവും അടിയിലുള്ള app.run എന്നുള്ള കമാൻഡ് വർക്കാകുമ്പോഴാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ റണ്ണായി വരുന്നത്. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലയന്റ് ആണ്. അപ്പോൾ ആ ക്ലയന്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ പേജിന്റെ മോഡൽസിൽ ഓൺഗെറ്റിന് ഡിബഗ് മോഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓൺഗെറ്റ് മെത്തേഡ് വർക്കാവുന്ന ടൈമിൽ നമുക്ക് വേണ്ടത് ഈ ലിസ്റ്റിലേക്ക് ഡാറ്റാബേസിൽ നിന്നുള്ള ഡാറ്റകളെ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് കാണാം ആ ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ആണ്. അപ്പോഴാണ് ഈ ലിസ്റ്റിലേക്ക് ഡാറ്റാബേസിലുള്ള എല്ലാ ലിസ്റ്റിനെയും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കാണാം അവിടെ ഓരോ ഇത്രയും ഒബ്ജക്ട്സിനെ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത്രയും ഒബ്ജക്ട്സ് നമ്മളുടെ
ഈ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഓരോ ഒബ്ജക്റ്റിന്റെയും ഇപ്പോൾ 0th പൊസിഷനിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ അതിന്റെ അഡ്രസ്സ്, ക്രിയേറ്റഡ് ആയിട്ടുള്ള ടൈമും, ഇമെയില്, അതിന്റെ ID, അതിലുള്ള നെയിം, ഫോൺ നമ്പർ, എല്ലാ കാര്യങ്ങളും ഓരോ ഒബ്ജക്റ്റിന്റെയും ഓരോ ഡീറ്റെയിൽസും നമുക്ക് ഈ ഇതിലേക്ക് സ്റ്റോർ ആവും. അതെല്ലാം നമുക്ക് ഇവിടെ കാണാനും സാധിക്കുന്നതാണ്. അതിനുശേഷം ഈ ഓൺഗെറ്റ് മെത്തേഡ് ഫുള്ള് വർക്ക് ആയതിനു ശേഷമാണ് നമ്മളുടെ ആ പേജ് അഥവാ ഈ ഇൻഡെക്സ് പേജ് ലോഡായി വരുന്നത്. ഈ ഇൻഡെക്സ് പേജ് ലോഡായതിനു ശേഷം നമുക്ക് ന്യൂ ക്ലയന്റ്, ഒരു ക്ലയന്റിനെ ആഡ് ചെയ്ത് നോക്കാം. ന്യൂ ക്ലയന്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് പേജിലേക്ക് ഇത് റൗട്ടായി ചെല്ലുന്നു. പിന്നെ ഈ ഫീൽഡ്സിൽ നമ്മൾ ഡാറ്റകൾ കൊടുക്കാണ്. നമ്മൾ 2 കൊടുത്ത് സബ്മിറ്റ് ഞെക്കുമ്പോൾ നമുക്ക് ആ പോസ്റ്റ് മെത്തേഡ് വർക്ക് ചെയ്യുകയും പിന്നെ ഓരോ ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്ത് ആദ്യം പോയി നോക്കാം. അപ്പൊ ഇഫ് കണ്ടീഷനിൽ എത്തുമ്പോൾ നമുക്ക് അവിടെ നള്ള് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ എറർ മെസ്സേജ് നമുക്ക് അവിടെ ഷോ ചെയ്ത് കാണിച്ചു തരും. അപ്പൊ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ആ പോസ്റ്റ് മെത്തേഡിൽ നിന്ന് പുറത്ത് കിടക്കും. അതിനുശേഷം ലേഔട്ട് നമ്മുടെ ആ പേജിനെ വീണ്ടും ഒന്ന് ലോഡ് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് അവിടെ കാണാം ഓൾ ദി ഫീൽഡ്സ് ആർ റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ മെസ്സേജിനെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. നമുക്കത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എല്ലാ ഫീൽഡ്സും ഫിൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മളവിടെ ഓൺ പോസ്റ്റിനും ഡിബഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതില് നൾ വാല്യൂസ് ആണ് ഇരിക്കുന്നത്. അഥവാ ഈ ക്ലയൻസ് ഓരോ ഫീൽഡ്സിലുള്ളതിലൊക്കെ നൾ വാല്യൂസ് ആണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ നൾ വാല്യൂകളാണ് എല്ലാറ്റിലും ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ലൈൻ ഓഫ് കോഡ് എക്സിക്യൂട്ട് ആവുന്ന ടൈമിൽ നോക്കി നോക്കാം. അപ്പോൾ ഈ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡ് എക്സിക്യൂട്ട് ആവാൻ കഴിഞ്ഞു. അപ്പോൾ ഇതിലുള്ള വാല്യൂ കാണാം. ഇവിടെ അനസ് എന്നുള്ള ഒരു പേര് ഇതില് സേവ് ആയിട്ടുണ്ട്. ഈ ഒരു ഫീൽഡിലേക്ക് അതിനെ സേവ് ആയിട്ടുണ്ട്. അഥവാ ക്ലയന്റ് എന്ന് പറഞ്ഞിട്ടുള്ള നെയിം എന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് അനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ എക്സിക്യൂട്ട് ആവാത്ത ഇതിൽ നോക്കുകയാണെങ്കിലോ അതില് നൾ വാല്യൂ ആണ് ഉള്ളത്. അപ്പോൾ ഓരോ ലൈൻ ഓഫ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാ ഫീൽഡ്സും നോക്കാം. അനസ് എന്ന് പറഞ്ഞ ഇത് വന്നിട്ടുണ്ട്, മെയിലും വന്നിട്ടുണ്ട്, ഫോൺ നമ്പറും അവിടെ നമുക്ക് ഗെറ്റ് ചെയ്തിട്ടുണ്ട്, അഡ്രസ്സ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം ഇഫ് കണ്ടീഷനിൽ നമ്മളുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, നള്ളുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നള്ളില്ലെങ്കിൽ ട്രൈ ക്യാച്ച് ബ്ലോക്ക് വർക്ക് ആയതിനു ശേഷം ട്രൈ ക്യാച്ച് ബ്ലോക്കിന്റെ ഉള്ളിലുള്ള കോണ്ടെക്സ്റ്റില് നമ്മളുടെ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിരിക്കണം നമ്മളുടെ എല്ലാ ഡാറ്റാസും ഉള്ള, അഥവാ ആ ആളുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, അതിന്റെ ഡീറ്റെയിൽസ് അടക്കമുള്ളതാണുള്ളത്. ബട്ട് ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം ID 0 ആണ്. അപ്പോൾ ഈ ID നമ്മൾ ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ ഈ ID എവിടുന്നാ വരുന്നത്? ഈ ID നമുക്ക് ഡാറ്റാബേസിൽ സേവ് ആകുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി ഡാറ്റാബേസിൽ ക്രിയേറ്റ് ആവുന്നുണ്ട്. അവിടെ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആവുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ID കൊടുക്കാത്തത്. അപ്പോൾ ഇതിനെ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞതിന് ശേഷം ഡാറ്റാബേസിൽ സേവ് ആക്കി അതിനുശേഷം നമ്മളുടെ റെസ്പോൺസ് ഡോട്ട് റീഡയറക്റ്റ് വന്നിട്ട് ഈ പേജിനെയാണ് റൗട്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അഥവാ നമ്മുടെ ഇൻഡെക്സ് പേജിനെയാണ് റൗട്ട് ചെയ്യിപ്പിക്കുന്നത്. ഈ പ്രോഗ്രാം റൺ ആയതിനു ശേഷം നമ്മളുടെ പേജിലേക്ക് വന്നു. ആ പ്രോഗ്രാം റൺ ആയതിനു ശേഷം നമ്മളുടെ അതിൽ കൊടുത്തിട്ടുള്ള ഇൻഡെക്സ് പേജിലേക്ക് റൗട്ട് ആകും. ആ ഇൻഡെക്സ് പേജ് വർക്ക് ആവുന്നത് ആദ്യം നമ്മളുടെ ഓൺഗെറ്റ് മെത്തേഡ് എടുക്കും. ലിസ്റ്റ് എടുത്തതിന് ശേഷം അതിന്റെ ഇൻഡെക്സ് പേജ് വർക്കാവും. ഇൻഡെക്സ് പേജിന്റെ ഉള്ളില് ഇൻഡെക്സ് പേജിന്റെ ഓൺഗെറ്റ് മെത്തേഡ് വർക്ക് ആയതിനു ശേഷം അതിന്റെ ഉള്ളിലുള്ള ലിസ്റ്റിലേക്ക് വാല്യൂവിനെ എടുക്കുന്നു. അതിന് ശേഷം ആ ഓൺഗെറ്റ് മെത്തേഡ് വർക്ക് ചെയ്തതിനു ശേഷമാണ് മെത്തേഡ് വർക്ക് ചെയ്തതിനു ശേഷം ഫോർ ഈച്ചില് നമ്മൾ അവിടെ വെച്ചിട്ടുള്ള ആ മോഡൽസിലെ ലിസ്റ്റ് ക്ലയൻസ് എന്ന
ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ആ ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഈ ടേബിളിലെ ഓരോ ഓരോ റോയിലേക്ക് അതിന്റെ ഓരോ റോയിലേക്ക് ഓരോ ക്ലയൻസിനെ ആഡ് ചെയ്യും. ഇങ്ങനെയാണ് ഇവിടെ നമ്മളുടെ ഡാറ്റാബേസിൽ ഒരു റോ ക്രിയേറ്റ് ആയി ആ റോയിലേക്ക് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂസറിനെ അഥവാ ക്ലയന്റിനെ എടുത്തു വെക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്ത് നോക്കാം. എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ഓൺ ഗെറ്റ് മെത്തേഡിൽ നമ്മൾ അവിടെ ഡീബഗ് മോഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഓൺ ഗെറ്റ് മെത്തേഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ എഡിറ്റിങ്ങിന്റെ പേജ് അഥവാ ഈ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് വർക്ക് ആവുന്ന ടൈമിൽ ആ പേജിന്റെ ഓൺ ഗെറ്റ് മെത്തേഡിൽ ഉള്ള അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ട്രൈ കാച്ച് ബ്ലോക്കിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ട്രൈ കാച്ച് ബ്ലോക്കിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മളുടെ ക്ലൈന്റ് എന്ന് പറഞ്ഞിട്ടുള്ളതിലേക്ക് നമ്മളുടെ ഈ വരുന്ന ഐഡിനെ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഒരു ഐ ഡി പാസ്സായിട്ടുണ്ട്. നമ്മൾ അവിടെ എഡിറ്റ് ചെയ്തപ്പോൾ ഉള്ള ആ ക്ലൈന്റ് ആ യൂസറിന്റെ ഐ ഡി ആണത്. നമുക്ക് അവിടെ നോക്കിയാൽ കാണാം അവിടെ 1026 ആണ്. 1026 എന്ന ഇത് നമുക്ക് ഈ ഐ ഡിയിൽ കാണാം. ആ ഐ ഡിനെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അങ്ങനെ ആ ഐ ഡി വെച്ചിട്ട് നമ്മളുടെ ഡാറ്റാബേസിലുള്ള മറ്റു ഐ ഡികൾ കമ്പയർ ചെയ്ത് ഈ ഐ ഡി വരുന്ന ആ ക്ലയന്റിനെ ആ ഒബ്ജക്റ്റിനെ എടുത്തിട്ട് നമ്മളുടെ ഈ ഒബ്ജക്റ്റിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ഈ ഒബ്ജക്റ്റിൽ ഇപ്പോൾ നള്ളാണ്. ഇത് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം നമുക്ക് നോക്കുമ്പോൾ ഇവിടെ കാണാം അതിലേക്ക് അതിന്റെ വാല്യൂസിനെല്ലാം ഇവിടെ ഗെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഏത് വാല്യൂസ് ഉണ്ടായിരുന്നോ ആ വാല്യൂസ് നമുക്ക് ഇവിടെ ഗെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്ത് നള്ളാണോ നോക്കി, നള്ളാണെങ്കിൽ അവിടെ എക്സെപ്ഷൻ ത്രോ ചെയ്യും. അതല്ലെങ്കിൽ ആ ഓൺ ഗെറ്റ് മെത്തേഡ് വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ പേജ് ലോഡായിട്ട് അവിടെ വരും. ഈ പേജ് ഇവിടെ ലോഡായി വന്നതിന് ശേഷം നമുക്ക് കാണാം ആ ഫീൽഡ്സിൽ ഓൾറെഡി ഡാറ്റാബേസിൽ ഉണ്ടായിരുന്ന വാല്യൂസ് നമുക്ക് ഇവിടെ ഷോ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് ചേഞ്ചസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഓൺ പോസ്റ്റ് മെത്തേഡ് വർക്കാവും. ഈ ഓൺ പോസ്റ്റ് മെത്തേഡിൽ നമ്മളുടെ അവിടെ നിന്ന് വന്നിട്ടുള്ള ആ ഓൺ പോസ്റ്റ് മെത്തേഡിൽ നമ്മളുടെ ഐ ഡിനെ എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ആ ഐ ഡിനെ ഏതാണെന്ന് എടുത്തിട്ട് ആ ഐ ഡിയിലുള്ള വാല്യൂസിനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ ആ ഓൺ പോസ്റ്റ് മെത്തേഡ് വർക്ക് ചെയ്യുന്ന ടൈമിൽ അതിന്റെ ഓരോ ലൈൻ ഓഫ് കോഡ്സ് ട്രൈ കാച്ച് ബ്ലോക്ക് വർക്ക് ചെയ്യും. അതിൻ്റെ ഉള്ളിലുള്ള ഒരു വേരിയബിളിലേക്ക് എക്സിസ്റ്റിംഗ് ക്ലയൻസ് എന്നതിലേക്ക് നമ്മളുടെ ആ ആദ്യം ചെയ്ത പോലെ തന്നെ ആ ഐ ഡിനെ ഫൈൻഡ് ചെയ്ത് ആ ഐ ഡിയിലുള്ള ഒബ്ജക്റ്റിനെ നമ്മളുടെ ഇതിലേക്ക് സ്റ്റോർ ചെയ്തു. ഇവിടെ നള്ളാണ്. നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നോക്കിയാൽ നമുക്ക് ആ ഏതോ ഒബ്ജക്റ്റ് ആണോ ആ ഒബ്ജക്റ്റിനെ ഇവിടെ ആദ്യം എടുത്തു കൊടുന്ന് വെച്ചു. അതിനുശേഷം നമുക്ക് നള്ളാണോ ചെക്ക് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഈ വേരിയബിളിൽ ഇരിക്കുന്ന പേര് അനസ് എന്നാണ്. ജസ്റ്റ് വെറും അനസ് എന്നാണ്. അതിനുശേഷം നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നോക്കാം ഇപ്പോൾ ഈ നെയിമിലിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് അഥവാ ഇപ്പോൾ ഈ ഒബ്ജക്റ്റിലുള്ള നെയിമിന്റെ വാല്യൂ എന്ന് പറയുന്നത് ചേഞ്ച് ആയിട്ടുണ്ട്. അനസ് PR എന്ന് നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അവിടുത്തെ വാല്യൂ ചേഞ്ച് ആയി. അതേപോലെ തന്നെ നമ്മുടെ ഓരോ ഫീൽഡ്സിലും ഉള്ള വാല്യൂസിനെ ഓരോ ഇൻപുട്ട് ഫീൽഡിൽ ഉണ്ടായിരുന്ന വാല്യൂസിനെ നമ്മുടെ ഈ ഫീൽഡിലേക്ക് എടുത്തു വെക്കുന്നു. അതിന് ശേഷം നമ്മളുടെ ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കും. നള്ളുണ്ടെങ്കിൽ അവിടെയും എക്സെപ്ഷൻ ത്രോ ചെയ്യാൻ വേണ്ടി. അതിനുശേഷം നമ്മളുടെ ഡാറ്റാബേസ് സേവ് ചേഞ്ച് വിളിക്കുന്നു. അതിനുശേഷം നമ്മളുടെ റിട്ടേൺ വർക്ക് ചെയ്യുന്നു. റിട്ടേൺ റീഡയറക്റ്റ് കൊടുത്തിരിക്കുന്നത് ക്ലയന്റ് ഇൻഡെക്സ് പേജിലേക്ക് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഇൻഡെക്സ് പേജിനെയാണ് അവിടെ വീണ്ടും നമുക്ക് റൗട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇൻഡെക്സ് പേജിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഓൺ ഗെറ്റ് മെത്തേഡ് ഒന്നുകൂടി വർക്കായി. അതിനുശേഷം ആ പേജ് ഒന്നുകൂടി റീലോഡ് ആവുകയാണ്. അപ്പോൾ നമ്മളുടെ പുതിയത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതും മറ്റു ലിസ്റ്റുകളെല്ലാം അവിടെ ഈ ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അങ്ങനെ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ആ പേജിന് അവിടെ ഫോർ ഈച്ച് വെച്ചിട്ട് നമ്മളുടെ ആ ടേബിളിനെ ആദ്യം റൺ ചെയ്യുന്നു.
അതിനുശേഷം നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ ആ വാല്യൂ അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത്. ഓൺ പോസ്റ്റ് മെത്തേഡിൽ നമുക്ക് അപ്ഡേഷൻ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഡിലീറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കോണ്ടെക്സ്റ്റ് വർക്ക് ചെയ്യും. ആ പേജിന്റെ കോണ്ടെക്സ്റ്റ് വർക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ആ ലിസ്റ്റിലുള്ള ഇതിനെ എടുക്കും. അതിനുശേഷം നമ്മളുടെ DB കോണ്ടെക്സ്റ്റ് വർക്ക് ആവും. അപ്പോൾ ആ പേജ് ഒന്നുകൂടി ലോഡ് ആയതിനു ശേഷം നമുക്ക് ആ ഓൺ പോസ്റ്റ് ഡിലീറ്റ് എന്നത് വർക്ക് ആവും. അപ്പോൾ ഫോമിലുള്ളത് പ്രകാരം നമ്മുടെ ഓൺ പോസ്റ്റ് വർക്ക് ആയതിനു ശേഷം നമ്മുടെ ആ ഏത് ഐഡിയ ആണോ അവിടുന്ന് വരുന്നത് ആ ഓൺ പോസ്റ്റ് മെത്തേഡിൽ ഉള്ള ആ ഫോമിലുള്ള ഐഡി ഏതാണോ ആ ഐഡിനെ നമ്മുടെ ഈ ഇൻഡ് ഐഡിയിലേക്ക് എടുത്തു വെക്കും. അതുപോലെ തന്നെ ആ ഐഡിയിൽ നമുക്ക് ഇവിടെ ഏത് ഐഡിയ ആണോ വന്നത് ആ ഐഡിയും നമ്മളുടെ ഡാറ്റാബേസിലുള്ള ഐഡിയും തമ്മിൽ കമ്പയർ ചെയ്ത് ആ ഒബ്ജക്റ്റിനെ നമ്മളുടെ ഈ ക്ലയന്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിലേക്ക് എടുത്തു വെക്കുന്നു. അതിനുശേഷം ഇഫ് കണ്ടീഷൻ നൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നൾ ഇല്ലെങ്കിൽ നോട്ട് നൾ ആണെങ്കിൽ അത് ട്രൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം ട്രൂ ആണെന്ന്. അപ്പം അതിൻ്റെ ഉള്ളിൽ വന്നു കോണ്ടെക്സ്റ്റ് എന്നുള്ളതിൽ നമ്മൾ ആ ക്ലയന്റിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന കാണാം ഏത് ക്ലയന്റ് ആണോ ആ ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. ഇവിടെ ഈ ഇരിക്കുന്ന നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ആ യൂസറിനെ ആ ക്ലയന്റിനെ നമ്മൾ ഈ ക്ലയന്റിലേക്ക് വെച്ചിട്ടുണ്ട്. ആ ക്ലയന്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാം. ആ ഡീറ്റെയിൽസ് ഉള്ള ഈ ക്ലയന്റിനെയാണ് നമ്മളിവിടെ റിമൂവ് ചെയ്യുന്നത്. അപ്പം അതിനുശേഷം നമ്മൾ സേവ് ചേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ആ പേജിനെ റീഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ റീഡയറക്റ്റ് ചെയ്യുമ്പോൾ ആ ഓൺ ഗെറ്റ് മെത്തേഡ് തന്നെയാണ് വീണ്ടും അവിടെ വർക്ക് ആവുന്നത്. അപ്പോൾ ലിസ്റ്റ് ഒന്നുകൂടി അപ്ഡേറ്റ് ആവും. അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം വീണ്ടും അവിടെ ഫോർ ഈച്ചിൽ ലൂപ്പ് ആയതിനു ശേഷം അവിടെ നമുക്ക് ആ ടേബിൾ ഷോ ചെയ്ത് കാണിക്കാം. അപ്പോൾ അവിടെ നമുക്ക് ഡിലീറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളുടെ CRUD ഓപ്പറേഷന്റെ ഫുൾ വർക്കിംഗ് നടക്കുന്നത്. നെക്സ്റ്റ് ഇനി റെപ്പോസിറ്ററി പാറ്റേൺ അതിന്റെ വർക്കിംഗ് എങ്ങനെയെന്നും ഒക്കെ പറയാം. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാമില് നമ്മളുടെ HTMLന്റെ മോഡൽ പേജിൽ വരുന്ന ഡാറ്റകളെ അവിടെ ഫോമിൽ നിന്ന് വരുന്ന ഡാറ്റകളെ നമ്മൾ അവിടുന്ന് പാരാമീറ്റർ ആയിട്ട് സർവീസ് പേജിലേക്ക് പാസ് ചെയ്യും. ആ പാസ് ചെയ്ത ഡാറ്റനെ നമ്മൾ സർവീസ് പേജിൽ നിന്ന് റെപ്പോസിറ്ററി പേജിലേക്ക് ആ വരുന്ന ഡാറ്റനെ പാസ് ചെയ്യും. റെപ്പോസിറ്ററിയുടെ ഉള്ളിലാണ് നമ്മളുടെ ലോജിക്കൽ ആയിട്ടുള്ള ഓപ്പറേഷൻസും കാര്യങ്ങളും നടക്കുന്നത്. അഥവാ അവിടെയാണ് നമ്മൾ ഒരു ഡാറ്റാബേസിൽ നിന്ന് ഫോമിൽ നിന്ന് ഒരു ഡാറ്റ വരുന്നുണ്ടെങ്കിൽ ആ ഡാറ്റാബേസിലേക്ക് ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെയാണ് നടക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ റിമൂവ് ചെയ്യുന്നതൊക്കെ അവിടെയാണ് നടക്കുക. അതുപോലെ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും അങ്ങനത്തെ ലോജിക്കൽ ആയിട്ടുള്ള ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ റെപ്പോസിറ്ററി ഉള്ളിലാണ് നടക്കുന്നത്. ഇങ്ങനെയാണ് അതിന്റെ വർക്കിംഗ്. നമുക്ക് ആദ്യം program.cs മുതൽ നോക്കാം. ഇവിടെ വരുമ്പോൾ നമുക്കിവിടെ കാണാം builder.service.add application service എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇൻജെക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഇൻജെക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു എക്സ്റ്റൻഷൻ ആണ്. ഈ എക്സ്റ്റൻഷൻ എന്തിനാ യൂസ് ചെയ്യുന്നത് പറഞ്ഞാല് നമ്മൾ ഈ program.csൽ ഒരുപാട് ഇൻജെക്ഷൻസ് ഇതിന്റെ അടിയിൽ തന്നെ ചെയ്യുന്നതിന് പകരം നമുക്ക് വേണ്ട ഇൻജെക്ഷൻസിനെ നമ്മൾ ഒരു ഫയലാക്കി നമ്മളുടെ ഒരു ഫയലിന്റെ ഉള്ളിൽ എല്ലാ ഇൻജെക്ഷൻസും സെറ്റ് ചെയ്തതിന് ശേഷം ആ ഫയലിനെ നമ്മൾ ഇവിടെ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്. അപ്പോൾ നമുക്ക് ഈ എക്സ്റ്റൻഷനിൽ പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്റ്റൻഷൻ. ഈ എക്സ്റ്റൻഷനിൽ വരുമ്പോൾ നമുക്കിവിടെ ഈ ക്ലാസും അതിന്റെ മെത്തേഡും സ്റ്റാറ്റിക് ആണ്. ഈ എക്സ്റ്റൻഷന്റെ രണ്ടും സ്റ്റാറ്റിക് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിന് മറ്റേ സർവീസ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് അതില് മെത്തേഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്.
അതിന്റെ സർവീസ് കാര്യങ്ങൾ നമ്മൾ അതിന്റെ പാരാമീറ്റർ ആയി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഫിഗറേഷൻസും നമ്മൾ അതിന് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ സർവീസ് സർവീസ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഈ സർവീസിന് ആഡ് സ്കോപ്പ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഇൻജെക്ട് ചെയ്യാണ്ടോ ആ ഇൻജെക്ഷൻസ് ഒക്കെ നമ്മൾ ഇവിടെ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കോൺഫിഗറേഷൻസ് അഥവാ ഡാറ്റാബേസ് ആയിട്ടുള്ള നമ്മൾ നേരത്തൊക്കെ ഡയറക്റ്റ് പ്രോഗ്രാം ഡോട്ട് സി എസിൽ കൊടുത്തിരുന്നത് എല്ലാം നമ്മൾ ഇവിടെ ഈ ഒരു ഫോൾഡർ ഉണ്ടാക്കി ഇവിടെ നമ്മൾ എക്സ്റ്റൻഷൻ സെറ്റ് ചെയ്തിട്ട് ഇവിടെ കോൺഫിഗർ ചെയ്യുന്നതിനാണ് എക്സ്റ്റൻഷൻ സെറ്റ് ചെയ്ത് ചെയ്യാന്ന് പറയുന്നത്. അടുത്തത് നമുക്കിവിടെ ഓട്ടോമാപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത് കാണാം. ഈ ഓട്ടോമാപ്പർ എന്തിനാണ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നമ്മളുടെ DTOSൽ വരുമ്പോൾ DTOS എന്ന് പറഞ്ഞ ഫോൾഡർ കാണാം. അതിൻ്റെ ഉള്ളിൽ DTOS ചെയ്ത് വെച്ചിട്ടുള്ള അതിന്റെ ഫയൽസ് കാണാം. അപ്പോൾ ഇപ്പോൾ ഈ DTO എന്ന് പറയുന്നത് യൂസറിന്റെ DTO ആണ്. ഈ യൂസറിന്റെ DTOയില് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഫീൽഡുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത് നമ്മളുടെ ടേബിളിലുള്ള ഫുള്ള് മോഡൽ ഉള്ളത് നമ്മളുടെ അതിന്റെ മോഡൽസിന്റെ ഉള്ളിലാണ്. നമുക്ക് ഇത്രയും ഫീൽഡ്സിനെ നമുക്ക് ഇപ്പോൾ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഫീൽഡ്സ് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഫീൽഡ്സ് ഉണ്ട്. ആ ഫീൽഡ്സിനെ മാത്രമായി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മാപ്പർ യൂസ് ചെയ്തിട്ട് DTOയിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഫീൽഡ്സിനെ ചുരുക്കിയിട്ടാണ് നമുക്ക് ആവശ്യമുള്ള ഫീൽഡിനെ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് ഈ യൂസർ DTO എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഹെൽപ്പറിൽ വന്നിട്ട് ഹെൽപ്പർ എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ ഉള്ളിൽ ഓട്ടോമാപ്പർ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ മാപ്പർ ചെയ്യാനുള്ള ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മേലെ കാണാം അതിന്റെ ഓട്ടോമാപ്പറിനെ നമ്മൾ ഇവിടെ നെയിം സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ എക്സ്ട്രാ നമ്മൾ നെഗറ്റ് പാക്കേജ് മാനേജറിൽ പോയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടാണ്. നമ്മളുടെ മാനേജർ പോയിട്ട് അതിനെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ അതിനെ മാപ്പ് ചെയ്യിക്കുന്ന പറഞ്ഞാല് ക്രിയേറ്റ് മാപ്പ് എന്ന് യൂസ് ചെയ്തിട്ട് അതിന്റെ നമ്മളുടെ DTO ഫയലിനെയും DTO ക്ലാസ്സിനെയും ജോബ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഒറിജിനൽ മോഡൽസിൻ്റെ ഉള്ളിലുള്ള ആ ക്ലാസ്സിനെയും തമ്മിൽ മാപ്പ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളുടെ ഈ യൂസറിന് നമുക്ക് ഏത് ഫീൽഡിലാണോ ആവശ്യമുള്ളത് അഥവാ നമ്മളുടെ പേജസിൽ എവിടെയാണോ ആവശ്യം വരുന്നത് നമുക്ക് അവിടെ ഐമാപ്പർ വിളിച്ചിട്ട് യൂസ് ചെയ്യാം. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് DTOs വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ പേജസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഫോൾഡേഴ്സ് എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ട്. അഡ്മിന് ജോബ് പ്രൊവൈഡർ ജോബ് സീക്കർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ ഉള്ളിൽ ലോഗിനും രജിസ്ട്രേഷനും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ പേജിൽ ചെല്ലുന്ന സമയത്ത് നമുക്കിവിടെ അതിന്റെ ലേഔട്ട് നമുക്ക് ആവശ്യമുള്ള ഏത് ലേഔട്ടാണോ നമുക്ക് കോമൺലി ഉള്ള ലേഔട്ടിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഏത് ലേഔട്ടാണോ അതിന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഷെയ്ഡിന്റെ ഉള്ളിൽ ആദ്യം നമ്മൾ അതിന്റെ ലേഔട്ട് ഉണ്ടാക്കുകയും ഇപ്പൊ ഇത് ജോബ് പ്രൊവൈഡറിന്റെ ലേഔട്ടാണ് സൈഡ് ബാർ അടക്കുള്ളത്. ഇത് ലോഗിൻ ആൻഡ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഔട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലേഔട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം ഇവിടെ ഈ റെൻഡർ ബോഡിയുടെ ഈ ഭാഗത്തായി നമ്മുടെ ആ ബോഡി ഡിസ്പ്ലേ ആവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ആ ലേഔട്ടിനെ വെച്ച് കൊടുക്കുകയും ഇങ്ങനെയാണ് നമ്മളുടെ ആ ലേഔട്ടിനെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ രജിസ്ട്രേഷന്റെ മോഡൽ പേജിൽ പോകുമ്പോൾ നമ്മളിവിടെ അതിന്റെ സർവീസ് പേജിനെയും അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ലോജിക്കലായിട്ട് ഒരു ഇമെയില് കൊടുത്ത ഇമെയിലാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ഏത് ഇതിലേക്കാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് കോണ്ടെക്സ്റ്റിനെ ഇവിടെ എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സർവീസ് പേജിനെയും അതുപോലെ തന്നെ ഐമാപ്പറിനെയും നമ്മൾ ഇവിടെ രണ്ട് ഇന്റർഫേസിനെ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ
ഈ രണ്ട് ഇന്റർഫേസുകളിൽ നമ്മളിവിടെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അതിന് എല്ലാം നമ്മളിവിടെ നൾ നൾ റെഫറൻസ് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഡാറ്റ അഥവാ യൂസറിൽ നിന്ന് വരുന്ന ഡാറ്റയാണ് നമ്മൾ ബൈൻഡ് പ്രോപ്പർട്ടി യൂസ് ചെയ്ത് മറ്റേ യൂസർ DTUയിലേക്ക് നമ്മൾ വരുന്ന ഡാറ്റകളിനെ എടുത്തു വെക്കുന്നു. ആ വരുന്ന ഡാറ്റകളിനെ നമ്മളിവിടെ പോസ്റ്റ് മെത്തേഡ് അഥവാ സബ്മിറ്റ് ബട്ടൺ നിൽക്കുന്ന സമയത്ത്, രജിസ്ട്രേഷനിൽ സബ്മിറ്റ് ബട്ടൺ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഈ പോസ്റ്റ് മെത്തേഡ് സിൻക്രണസ് ആയിട്ടുള്ള പോസ്റ്റ് മെത്തേഡ് വർക്ക് ആവുകയും ഇതിന്റെ ഉള്ളിലുള്ള ഇഫ് കണ്ടീഷനിൽ ആദ്യം വാലിഡേഷൻ ചെക്ക് ചെയ്ത് അതിനുശേഷം നമ്മളുടെ ഇമെയില് അഥവാ കോണ്ടാക്ട്സിൽ ഇരിക്കുന്ന നമ്മളുടെ ഇമെയിലും ഈ ഇമെയിലും ഇതിൽ വന്നിട്ടുള്ള ഇമെയിലും രണ്ടും ഒരേ ഇമെയിൽ ആണെങ്കിൽ നമുക്ക് അവിടെ അത് വർക്ക് ചെയ്യില്ല. കാരണം നമുക്ക് ഒരേ ഇമെയിലുള്ളത് തന്നെ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അവിടെ നമ്മൾ അത് ഒഴിവാക്കിയേക്കുന്നത്. അങ്ങനെ വരുന്ന ഇതിന് നമ്മൾ അവിടെ എക്സെപ്ഷൻ കാണിച്ചു കൊടുക്കും. കൊടുത്ത ഇമെയിൽ ആണെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മളുടെ എറർ മെസ്സേജ് കാണിച്ചു കൊടുക്കും. അതല്ല നമ്മളുടെ കൊടുക്കാത്ത ഇമെയിലാണ് വേറെ ഇമെയിൽ ആണെങ്കിൽ നമ്മളുടെ ഇഫ് കണ്ടീഷൻ്റെ ഉള്ളിൽ വരികയും അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു വേരിയബിളിലേക്ക് മാപ്പ് ചെയ്തിട്ടുള്ളതിനെ നമ്മളുടെ മാപ്പ് ചെയ്തിട്ട് വരുന്ന വാല്യൂവിനെ നമ്മളുടെ രജിസ്റ്ററിന്റെ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നു. അഥവാ ഇപ്പൊ ഈ രജിസ്ട്രേഷൻ നമ്മളുടെ യൂസർ സർവീസിലുള്ള രജിസ്ട്രേഷൻ ആണ്. അഥവാ ഈ യൂസർ സർവീസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇന്റർഫേസ് ആണ്. ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇന്റർഫേസ് ഇവിടെ ഓൾറെഡി കുറച്ച് ഇന്റർഫേസുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സർവീസ് എന്ന് പറയുന്നത് ഈ യൂസർ സർവീസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇന്റർഫേസ് ആണ്. ഈ ഇന്റർഫേസിലുള്ള രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ് ഇത്. അതിന്റെ പാരാമീറ്റർ ആയിട്ടാണ് നമ്മുടെ മാപ്പ് ചെയ്ത് വരുന്ന വാല്യൂവിനെ പാസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ രജിസ്ട്രേഷനിലേക്ക് പോയോ നമ്മളുടെ ഇന്റർഫേസിലേക്ക്. അപ്പോൾ ഇന്റർഫേസ് യൂസർ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റർഫേസ് ആണ് ഇത്. അപ്പൊ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ആദ്യം ഇന്റർഫേസിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് എന്ത് മെത്തേഡാണോ ആ മെത്തേഡുകളെ നമ്മൾ ആദ്യം ഇന്റർഫേസിൽ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രോഗ്രാം എഴുതാൻ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം നമ്മളുടെ ഇന്റർഫേസ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ നമ്മളുടെ വാല്യൂ അവിടുന്ന് ഇങ്ങോട്ട് വന്നു. അഥവാ രജിസ്ട്രേഷന്റെ ഉള്ളിൽ നിന്ന് രജിസ്ട്രേഷന്റെ ഇവിടെ നിന്ന് വരുന്ന വാല്യൂവിനായിട്ട് നമ്മൾ ഇന്റർഫേസിൽ എത്തി. അപ്പൊ ആ മാപ്പ് ചെയ്ത് വന്ന വാല്യൂ നമ്മളുടെ ഇന്റർഫേസിൽ ഓൾറെഡി എക്സിസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ അതിനെ സർവീസ് പേജിലേക്ക് പാസ് ചെയ്തു. സർവീസ് പേജിൽ എത്തുമ്പോൾ ആ സർവീസ് പേജിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ആദ്യം പബ്ലിക് ആക്കിയിട്ട് നമ്മളൊരു ആ റെപ്പോസിറ്ററിനെ അഥവാ ഈ സർവീസിൽ ചെയ്യുന്നതിന്റെ ഉള്ളില് റെപ്പോസിറ്ററിനെ ഏത് റെപ്പോസിറ്ററിനാണ് ആ റെപ്പോസിറ്ററിയുടെ ഇന്റർഫേസിനെയാണ് നമ്മൾ അവിടെ ഇനീഷ്യലൈസ് ചെയ്തേക്കുന്നത്. ആ ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ള റെപ്പോസിറ്ററിയുടെ പാരാമീറ്റർ ആയിട്ട് നമ്മൾ ഈ പാരാമീറ്റർ വന്നിട്ടുള്ള വാല്യൂവിനെ പാസ് ചെയ്യും. പാരാമീറ്റർ ആയിട്ട് വന്നിട്ടുള്ള യൂസറിനെ പാസ് ചെയ്യും. ആ യൂസറിനെ റെപ്പോസിറ്ററിയുടെ ഉള്ളിലുള്ള രജിസ്ട്രേഷന്റെ ഉള്ളിൽ പോകുമ്പോൾ അവിടെയും നമ്മൾ യൂസർ സർവീസിൽ എന്താണോ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെ നമ്മളുടെ യൂസർ റെപ്പോസിറ്ററിയുടെ ഇന്റർഫേസിലും നമ്മൾ ചെയ്തു വെക്കും. അഥവാ ആ മെത്തേഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ യൂസർ റെപ്പോസിറ്ററിയുടെ ഉള്ളിൽ നമ്മൾ അതേ രജിസ്ട്രേഷന്റെ മെത്തേഡാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് റെപ്പോസിറ്ററിയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കാണാം. ആദ്യം നമ്മളിവിടെ ഇന്റർഫേസിനെ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇന്റർഫേസിലുള്ള എല്ലാ മെത്തേഡ്സും ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ പ്രൈവറ്റ് ആയിട്ട് നമ്മളുടെ ഡാറ്റാബേസിനെ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനെ നൾ റെഫറൻസ് ചെക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നമ്മളുടെ
ഡാറ്റാബേസിലേക്ക് വാല്യൂ ഇവിടെ ആഡ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ രജിസ്ട്രേഷനിലേക്ക് അവിടുന്ന് വരുന്ന വാല്യൂവിനായിട്ട് നമ്മൾ ഇവിടെ വരികയും അതിനുശേഷം നമ്മൾ ആ പാരാമീറ്റർ ആയിട്ട് വരുന്ന വാല്യൂ ഇവിടെ ആ വരുന്ന വാല്യൂവിന് ഐ ഡി ഓൾറെഡി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ GUID ആണ്, അഥവാ ഓട്ടോമാറ്റിക് അതിൽ നമുക്ക് ജനറേറ്റ് ആയി കിട്ടും ID. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസർ ഡോട്ട് ID വിളിച്ചിട്ട് IDയിലേക്ക് ന്യൂ GUIDനെ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ആ വരുന്ന മൊത്തത്തിലുള്ള ആ യൂസറിന്റെ ഫുള്ള് ഡീറ്റെയിൽസിനെ നമ്മൾ കോണ്ടെക്സ്റ്റ് ഡോട്ട് യൂസർ ഡോട്ട് ആഡ് എന്ന് പറഞ്ഞിട്ട് പാരാമീറ്റർ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ടേബിളിൽ ഈ വരുന്ന ഡാറ്റനെ ഈ വരുന്ന യൂസറിനെ ആഡ് ചെയ്തു. ഇങ്ങനെയാണ് ടോട്ടലി ഒരു രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ റെപ്പോസിറ്ററി പാറ്റേണിൽ വന്നിട്ട് ഡാറ്റാബേസിലേക്ക് വാല്യൂ ആഡ് ആവുന്നത്. അതിനുശേഷം നമ്മുടെ കോണ്ടെക്സ്റ്റ് സേവ് ചേഞ്ച് വിളിച്ചു, അതിനുശേഷം റിട്ടേൺ യൂസർ എന്ന് വിളിച്ചു. അപ്പോൾ ഈ റിട്ടേൺ യൂസർ വരുമ്പോൾ നമ്മളുടെ രജിസ്ട്രേഷൻ പേജിലേക്ക് വരുമ്പോൾ ഇതിൽ ഒരു വാല്യൂ ഉണ്ടാവും, അഥവാ ലോക്കൽ വേരിയബിളിൽ നമ്മളുടെ ഏതാണോ ആഡ് ചെയ്ത് ആ വാല്യൂ ഉണ്ടാവും. അത് നമ്മളിവിടെ നെള്ളാണോ എന്ന് ചെക്ക് ചെയ്ത് നോട്ട് നൾ ആണെങ്കിൽ, അഥവാ ഇതിൽ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. കാരണം നമുക്ക് ഇപ്പോ ഈ വരുന്ന ഡാറ്റാബേസിലേക്ക് ആഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ വന്നു, നമ്മളുടെ ഇതില് ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളുടെ ഇത് നോട്ട് നൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോട്ട് നൾ ആണെങ്കിൽ നമുക്ക് റീഡയറക്റ്റ് ചെയ്യാം, അടുത്ത URLയിലേക്ക് നമുക്ക് റീഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ URL നമ്മളിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. കാരണം നമുക്ക് ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് പോകേണ്ടത് ലോഗിൻ പേജിലേക്കാണ്. ഇങ്ങനെയാണ് നമ്മളുടെ റെപ്പോസിറ്ററി പാറ്റേൺ വർക്ക് ആവുന്നത്. നെക്സ്റ്റ് ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യം നമുക്കൊന്ന് ഡിബഗ് മോഡിൽ റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ രജിസ്ട്രേഷൻ പേജ് ലോഡായി വരും. അപ്പോൾ നമ്മുടെ ആ ഫീൽഡിൽ വാല്യൂ കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഫോം സബ്മിറ്റ് ആവും. അപ്പൊ ഈ സബ്മിറ്റ് നടക്കുന്ന സമയത്ത് നമ്മളുടെ ഓൺ പോസ്റ്റ് മെത്തേഡ് വർക്ക് ആവും. നമ്മൾ ഓൺ പോസ്റ്റ് മെത്തേഡിൽ ബ്രേക്ക് പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഓൺ പോസ്റ്റ് മെത്തേഡിലേക്ക് വന്നു. നമ്മളുടെ ഓൺ പോസ്റ്റ് മെത്തേഡിൽ നെക്സ്റ്റ് നോക്കുമ്പോൾ നമ്മളുടെ URLയിലേക്ക് റിട്ടേൺ URLയിലേക്ക് നമ്മുടെ URLനെ എടുത്തു വെച്ചു. അതിനുശേഷം ഇഫ് കണ്ടീഷൻ വർക്ക് ചെയ്ത് ഇഫ് കണ്ടീഷനിൽ നമ്മളുടെ ഫീൽഡ്സ് എല്ലാം വാലിഡേറ്റിൽ നോക്കൂ. അതിനുശേഷം നമ്മളുടെ അതിൻ്റെ ഉള്ളിലുള്ള ഇഫ് കണ്ടീഷനിലേക്ക് വന്നു. അതിൻ്റെ ഉള്ളിലുള്ള ഇഫ് കണ്ടീഷനിൽ നമ്മളുടെ ഡാറ്റാബേസിൽ ഇരിക്കുന്ന ഇമെയിലുകളും നമ്മൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഇമെയിലും മാച്ച് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് മാച്ച് ഉണ്ടെങ്കിൽ നമ്മളുടെ രജിസ്ട്രേഷൻ നടക്കില്ല. കാരണം സെയിം ഇമെയിൽ ഇനി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ ഇവിടെ വന്നിട്ടുള്ള ഇമെയിൽ നമുക്കിവിടെ കാണാം, abcd@gmail.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമെയിൽ കാണാം. അപ്പോൾ ഈ ഇമെയിൽ നമ്മുടെ ഡാറ്റാബേസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഇല്ലെങ്കിൽ നമ്മളുടെ ഇഫ് കണ്ടീഷന്റെ ഉള്ളിലേക്ക് വരികയും അതിൻ്റെ ഉള്ളിലുള്ള നമ്മളുടെ സർവീസ് യൂസർ സർവീസ് ഡോട്ട് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിലേക്ക് പാരാമീറ്റർ ആയിട്ട് നമ്മളുടെ മാപ്പ് ചെയ്ത് വരുന്ന വാല്യൂവിനെ എടുത്തു വെക്കും. അപ്പോൾ നമ്മളുടെ മാപ്പ് ചെയ്ത് വരുന്ന വാല്യൂവിനെ ഈ രജിസ്റ്റർ എന്ന് പറഞ്ഞ പാരാമീറ്റർ ആയിട്ട് രജിസ്റ്ററിന്റെ പാരാമീറ്റർ ആയിട്ട്, അഥവാ ഇത് യൂസർ സർവീസ് എന്ന് പറയുന്നത് നമ്മൾ മേലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള യൂസർ സർവീസ് ആണ്. യൂസർ സർവീസിന്റെ പാരാമീറ്റർ യൂസർ സർവീസിന്റെ ഉള്ളിലുള്ള രജിസ്ട്രേഷന്റെ പാരാമീറ്റർ ആയിട്ട് നമ്മളുടെ ഈ വരുന്ന ഡാറ്റനെ പാസ് ചെയ്യും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇത് പോകുന്ന സമയത്ത് നമ്മളുടെ യൂസർ സർവീസ് എന്ന് പറഞ്ഞ ക്ലാസ്സിലേക്ക് വന്നു, പേജിലേക്ക് വന്നു. അവിടെ നമ്മൾ യൂസർ സർവീസിന്റെ യൂസർ സർവീസ് എന്ന ഇന്റർഫേസിനെ അവിടെ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള രജിസ്ട്രേഷൻ ഫീൽഡ് നമുക്കിവിടെ കാണാം. ആ രജിസ്ട്രേഷൻ ഫീൽഡിലുള്ള യൂസർ എന്ന് പറഞ്ഞ ഇതിലേക്കാണ് നമ്മളുടെ ആ പാരാമീറ്ററായി വന്നതിനെ എടുത്തു വെച്ചിട്ടുള്ളത്. ആ പാരാമീറ്ററായി വന്നതിനെ നമ്മൾ
ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള യൂസർ റെപ്പോസിറ്ററിയുടെ ഉള്ളിലുള്ള രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിന്റെ പാരാമീറ്റർ ആയിട്ട് ഇവിടുന്ന് പാസ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് റിട്ടേൺ പോകുന്നത് യൂസർ സർവീസിന്റെ ഉള്ളിലുള്ള രജിസ്റ്റർ എന്ന് പറഞ്ഞതിന്റെ പാരാമീറ്റർ ആയിട്ട് നമ്മളുടെ ഓൾറെഡി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന നമ്മളുടെ വന്നിട്ടുള്ള ഡാറ്റേനെ പാസ് ചെയ്യും. നമുക്കിവിടെ നോക്കിയാൽ കാണാം കേട്ടോ അതിന്റെ ആ വാല്യൂ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോൾ നേരത്തെ ഫീൽഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന abcd@gmail.com എന്ന് പറഞ്ഞ ഇമെയില്, അതുപോലെ നെയിം, ജെൻഡർ, ഇവിടെ ID വന്നിട്ടില്ല. ID നമുക്ക് റെപ്പോസിറ്ററിയിലാണ് അതിനെ ഇൻക്രിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയി നോക്കാം. നെക്സ്റ്റ് പോകുന്ന സമയത്ത് നമ്മളുടെ റിട്ടേൺ ചെയ്യും രജിസ്ട്രേഷൻ യൂസർ റെപ്പോസിറ്ററിയുടെ ഉള്ളിലുള്ള രജിസ്ട്രേഷൻ പേജിലേക്ക് ഇതിനെ റിട്ടേൺ ചെയ്യും. അപ്പം നമ്മുടെ യൂസർ റെപ്പോസിറ്ററിയുടെ ഉള്ളിലുള്ള രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാം യൂസർ റെപ്പോസിറ്ററിയുടെ അവിടെ നമ്മൾ യൂസർ റെപ്പോസിറ്ററിനെ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ യൂസർ റെപ്പോസിറ്ററിയുടെ ഉള്ളിലിരിക്കുന്ന രജിസ്ട്രേഷനിലേക്കാണ് നമ്മുടെ ആ വാല്യൂ വന്നിട്ടുണ്ടെന്ന് ആ വാല്യൂവിന് നമുക്ക് ഇവിടെയും ലഭിക്കും. അപ്പോൾ ഈ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ മെത്തേഡിൽ നമ്മൾ വന്നിട്ടുള്ള പാരാമീറ്ററായി വന്നിട്ടുള്ള യൂസറിനെ നമ്മൾ ആദ്യം ഇവിടെ ID ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. നെക്സ്റ്റ് പോകുമ്പോൾ നമ്മളുടെ ആദ്യം ID ആഡ് ചെയ്ത് കൊടുത്തു യൂസറിന്. ന്യൂ GUID ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഈ യൂസറിന് നോക്കിയാൽ അവിടെ കാണാം പുതിയൊരു GUID ക്രിയേറ്റ് ആയിട്ട് IDയിൽ പുതിയ GUID ക്രിയേറ്റ് ആയിട്ട് ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ പോകുമ്പോൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കോണ്ടെക്സ്റ്റ് ഡോട്ട് യൂസർ എന്ന് പറഞ്ഞ ടേബിളിലേക്ക് ഒരു യൂസറിനെ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളുടെ കോണ്ടെക്സ്റ്റ് ചേഞ്ച് വിളിച്ചു. അതിനുശേഷം നമ്മളുടെ ആ യൂസറിനെ റിട്ടേൺ ചെയ്തു. അപ്പോൾ ഈ മെത്തേഡ് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ യൂസർ സർവീസിലേക്ക് തിരിച്ചു വന്നു. അവിടുന്ന് റിട്ടേൺ ചെയ്യും. അവിടുന്ന് നമ്മളുടെ ഈ വേരിയബിളിലേക്ക് RES എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലേക്ക് ഈ വന്നിട്ടുള്ള ആ ഒബ്ജക്റ്റിനെ എടുത്തു വെക്കും. ഇപ്പോൾ ഇവിടെ നള്ളാണ്. നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയിട്ട് കാണാം. ഇനി ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വാല്യൂ വന്നിട്ടുണ്ട്. നമ്മളുടെ അത് ഫീൽഡിൽ ഉണ്ടായിരുന്ന വാല്യൂസും അതിന്റെ IDയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒബ്ജക്റ്റ് നള്ളാണോ എന്ന് ചെക്ക് ചെയ്തു. നള്ള ഇല്ലെങ്കിൽ നോട്ട് നള്ളാണെങ്കിൽ നമ്മൾ ഇഫ് കണ്ടീഷൻ്റെ ഉള്ളിലേക്ക് വരികയും അവിടെ നിന്ന് റിട്ടേൺ ചെയ്യുന്നത് ഒരു URL-നെയാണ്. നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള URL-നെയാണ്. ആ URL-ലേക്ക് നമ്മൾ പാസ് ചെയ്യും. അപ്പോൾ ഈ മെത്തേഡ് അതോടുകൂടി എക്സിറ്റ് ആവും. അത് കഴിയുമ്പോൾ നമ്മളുടെ ലോഗിൻ പേജ് ലോഡായി വരും. ഇതാണ് നമ്മളുടെ റെപ്പോസിറ്ററി പാറ്റേണിൽ വർക്ക് ചെയ്യുന്ന ഒരു മോഡൽ.